ഇളവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ കരളിലെ കിളിവാതിലിൽ തളിർ വിരലിനാൽ തൊടുന്നതേതോ മായികശലഭമാം സ്നേഹമോ കാണാത്തൊരു കനവിതിൻ ഗന്ധമോ ഓർമ്മയെന്നൊരോമൽ പീലിക്കൂട്ടി കാത്തുവച്ചതെല്ലാം ചായം ചൂടി തിരികെ വഴിയിലായി വന്നുവോ ഇണവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ അരികിലെ ഇടവഴികളിൽ കനൽ മിഴികളാൽ ഒഴിഞ്ഞൊരേതോ വേനലുമകലയായി മായവേ നീലാംബരവനികകൾ പൂക്കവേ കോർത്തെടുത്ത് ചൂടാൻ താഴ്വാരങ്ങൾ നീർക്കടമ്പ് പൂക്കൾ നീർത്തും കാലം തിരികെ വഴിയിലായി വന്നുവോ ഇണവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ തരരരാ തരരരാ തരിരരാ തരിരരാ തരിരതാരരാരരീരരാ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവോ? ശ്രീപ്രദയുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അജയ് ആക്സെപ്റ്റ് ചെയ്യണം. ഷീ നീഡ്സ് എ ലൈഫ്. എൻ്റെ കൂടെ അവൾക്കതുണ്ടായിട്ടില്ല. നാളെ അജയ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവൾ ഒറ്റയ്ക്കാവരുത്. ബട്ട് സംഭവ എനിക്കയാളെ ഇഷ്ടമല്ല. എനിക്കറിയാം. പക്ഷെ ഒരു രാത്രിയുടെ കൗതുകത്തിന് വേണ്ടി മറ്റൊരു ബെഡ്റൂം തേടി പോകുന്ന ഭർത്താവായിരിക്കില്ല അയാൾ. പറ്റിപ്പോയി എന്നൊരു ന്യായമല്ല. അത് ഒറ്റത്തവണത്തേക്കാണെങ്കിൽ പോലും. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാവുന്ന കാര്യമല്ല ഞാൻ ചെയ്തത്. അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലതവണ.
യു ഹാവ് ദ ബെസ്റ്റ് മദർ അജയ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അപ്പ. കൈപിടിച്ച് നടത്താനും കളിക്കാനും യാത്ര കൊണ്ടുപോകാനും ഒന്നിനും എൻ്റെ കൂടെ ഇല്ലാത്ത എൻ്റെ സോൺ എനിമി. ഐ ഹാവ് മിസ്ഡ് യു എ ലോട്ട്. പണം ഉണ്ടാക്കിയിട്ടുണ്ട്, തറക്കേടില്ലാത്ത പേരും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം ഫാമിലിയെ വിട്ട് മാസങ്ങളോളം എൻ്റെ കൂടെ താമസിച്ച രവിയുണ്ട്. കാലങ്ങളായി എപ്പോഴും കൂടെയുള്ള ഫിലിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 14 വർഷം ഞാൻ സുഖമായി ജീവിച്ചു എന്നല്ല. നിനക്ക് പകരമായിട്ടില്ലാരും ഒന്നും. ബുധനാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കേസിൻ്റെ അവസാന ഹിയറിങ്ങാണ്. തോറ്റുപോയേക്കാൻ ചിലപ്പോൾ, പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ അവിടം വരെ എത്തിച്ചതിന് താങ്ക്സ്. ഇതുവരെ ചെയ്തതിനും ചെയ്യാതിരുന്നതിനും സോറി. ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. ഈ കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു. അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? Failure is not when you fall. Failure is when you don't get up off the fall. Erase that word from your mind. അപ്പാ, അപ്പ തോൽക്കില്ല. മൈ വേർഡ്. നമസ്കാരം, ഞാൻ അജയ് സിദ്ധാർത്ഥ്, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് ശങ്കറിന്റെ മകൻ. കേരളത്തിലെ പൊതുജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദയവായി നിങ്ങളുടെ 1 മിനിറ്റ് സമയം എനിക്ക് തരണം.